നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭകഥ വലിച്ചു പുറത്തേക്കിട്ടാൽ ജനം മുഴുവൻ അതിൽ ചർച്ചയിൽ കടിച്ചു തൂങ്ങും എന്നാണ് ചില കേന്ദ്രങ്ങൾ കരുതിയത്. എന്നാൽ അത് സംഭവിക്കുന്നില്ല. അത് ഏറ്റെടുക്കാൻ പോലും കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ തയ്യാറാകുന്നില്ല. അന്വേഷണം നടക്കുകയാണ്, സത്യം പുറത്തേക്ക് വരട്ടെ, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് കേരള ജനത. ഇപ്പോൾ മറ്റു ചില കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ പിന്തുണ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. വെറും സ്ത്രീ ലംബടനാണ് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് ഒരു കൂട്ടർ കിണഞ്ഞ് അത് തെളിയിക്കാൻ പരിശ്രമിക്കുമ്പോൾ തൊട്ടിപ്പുറത്ത് പല സ്ത്രീകളും, അതായത് ഉന്നത പദവികളിൽ ഇരിക്കുന്നവരും സമൂഹത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള സ്ത്രീകളെല്ലാം രാഹുലിനെ പിന്തുണച്ച് സംസാരിക്കുന്നുണ്ട്. നമ്മൾ സീമാജി നായരുടെ കാര്യമല്ല പറയുന്നത്. സുപ്രീം കോടതിയിലെ അഭിഭാഷക ദീപ ജോസഫ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അതിൽ പച്ചയ്ക്ക് ചിലതൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. അത് കേരളം ചർച്ച ചെയ്യേണ്ടതാണ്. സ്ത്രീകൾ, പ്രത്യേകിച്ച് സ്ത്രീകളും പെൺകുട്ടികളും അത് ഒന്ന് ചർച്ചയാക്കേണ്ടതുമാണ്. നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് നോക്കാം. പണ്ട് കേരളം ഭരിച്ച ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, പേര് ഉമ്മൻചാണ്ടി. സജന ബി സജൻ അറിയുമോ എന്തോ? സരിത എന്നൊരു അഴിഞ്ഞാട്ടക്കാരിയെ കൂട്ടി ഉമ്മൻചാണ്ടിയെ സമൂഹ മാധ്യമത്തിൽ കരിവാരി തേച്ചൊട്ടിച്ചപ്പോൾ ഇവളുമാർ ഒക്കെ എവിടെയായിരുന്നു? സതീശനും രമേശനും എവിടെയായിരുന്നു? ഗോവിന്ദചാമിയെ തൂക്കിക്കൊല്ലാനെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന ഒരു പാർട്ടിയെ ദിവ്യ അറിയുമോ? നവീൻ ബാബുവിന്റെ വീട്ടിൽ ഒരു സ്ത്രീ വിധവയായും 2 പെൺകുട്ടികൾ അച്ഛനില്ലാതെയും നിൽപ്പുണ്ട്. അതിന് ഉത്തരവാദിയായ ദിവ്യ ആണോ കവലപ്രസംഗം നടത്തുന്നത്? ആദ്യം പോയി പീഡനം എന്താണെന്ന് പഠിക്കൂ, എന്നിട്ട് വാ പടിയടയ്ക്കാനും നടക്കിരുത്താനും. ഒരു പുരുഷനെയും അനാവശ്യ കള്ളക്കഥകൾ മെനഞ്ഞ് പീഡനം കെട്ടിച്ചമച്ച് ആനയുടെ ഗർഭം പോലെ സീരിയലാക്കിക്കൊണ്ട് വന്ന് മാനം കെടുത്താൻ ഏതവൾ വന്നാലും ഏതറ്റം വരെയും പോയാലും അമ്പലം വിഴുങ്ങിയ പോലെ ആവില്ല. ഞാനും ഒരു പെണ്ണല്ലേ എന്ന് ചോദിക്കുന്നവരോട്, എൻ്റെ FB വാളിൽ വന്ന് മെഴുകിയവരോട്, അതെ ഞാനും ഒരു പെണ്ണാണ്, അമ്മയാണ്, ഭാര്യയാണ്, എന്നാൽ നിൽക്കേണ്ട നിലയ്ക്ക് നിൽക്കണം. ആണുങ്ങൾ അങ്ങനെ പലതും പറയും. അതൊക്കെ കേട്ട് കട്ടിലിൽ കിടക്കാൻ തുടങ്ങിയാൽ പിന്നെ ഗർഭം ധരിക്കാൻ മാത്രമേ സമയം കാണൂ. ഇഷ്ടമുള്ള പുരുഷനെ വീട്ടിൽ കാട്ടിക്കൊടുത്ത് കല്യാണം കഴിച്ചിട്ട് പോരെ പിന്നെയുള്ള കാര്യങ്ങൾ. ഇതാദ്യം ചെയ്യേണ്ടത് പിന്നെയും, പിന്നെ ചെയ്യേണ്ടത് ആദ്യവും. ഏത് ചെളിയിലും കാല് കുത്തിയാലും മുന്നിൽ കാണുന്ന വെള്ളത്തിൽ കാല് കഴുകി പുരുഷൻ പോകും എന്നറിയാത്ത ഏത് പെണ്ണാണ് ഇന്നത്തെ കാലത്തുള്ളത്? ഒരു പെണ്ണിന് അവളുടെ മാനം എത്ര വിലപ്പെട്ടതാണെന്ന് അവൾക്കറിയില്ലേ? എന്നിട്ടും സോഷ്യൽ മീഡിയ വഴി നേടാവുന്നതാണോ ഗർഭത്തിന് ഉത്തരവാദിയെ? ഏതൊരു കൊച്ചു കുഞ്ഞിനും അറിയാമല്ലോ ബാഡ് ടച്ച് ആൻഡ് ഗുഡ് ടച്ച്. ഇക്കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ കുറ്റക്കാരനെ അറസ്റ്റ് ചെയ്ത് ജീവപര്യന്തം തടവ് വിധിച്ചു. ആ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്ത കുറെ അവന്മാരെ ഞാൻ കണ്ടു. ഒരു കൊച്ചു കുഞ്ഞിന്റെ അതേ സാഹചര്യമാണോ പിൽസ് കയ്യിൽ പിടിച്ച ആണുങ്ങളുടെ കൂടെ കിടക്കാൻ പോകുന്ന പെണ്ണിൻ്റേത്? അതെ, കിടന്നു തുള്ളുന്ന പുരുഷന്മാർ അറിയാൻ ആദ്യം അവളുടെ ശാരീരിക ശാസ്ത്രം അറിയുക. പെണ്ണിന് ആർത്തവമുണ്ട് എല്ലാ 28 ദിവസത്തിനുള്ളിൽ 5-8 വരെ ദിവസങ്ങളിൽ. അതനുസരിച്ച് ഒരു പെണ്ണിന് അവളുടെ ഓവുലേഷൻ അറിയാം. എന്ന് വെച്ചാൽ നീയൊക്കെ പീഡനം എന്ന് പറഞ്ഞ് തുള്ളുന്നത് പോലെ അല്ല അവളുടെ കാര്യങ്ങൾ. അപ്പോൾ ഒരു ശരാശരി പെണ്ണ് അവളുടെ കാര്യത്തിൽ പൂർണ്ണ അറിവും വിവരവും ഉള്ളവളാണെന്ന് അർത്ഥം. അപ്പോൾ കൂടെ തുള്ളാൻ നിന്റെ ഒന്നും സഹായം ആവശ്യമില്ല. ഒരു പെണ്ണിന് പൂർണ്ണമായും അവളെ നോക്കാൻ അറിയാം. അവൾ അറിയാതെ സമ്മതമില്ലാതെ സംഭവിക്കുന്ന കാര്യങ്ങളെയാണ് പീഡനം എന്ന് പറയുന്നത്. നിങ്ങൾ പരാമർശിക്കുന്ന ദിവ്യഗർഭം മനുഷ്യൻ്റേത് തന്നെയാണോ? ഇന്നത്തെ കാലത്ത് കന്നിമാസത്തിലെ പട്ടികൾ പോലും അറിവ് നേടി എന്ന് തോന്നുന്നു. അപ്പോളാണോ ഇവിടെ ദിവ്യഗർഭം പറഞ്ഞു മൂങ്ങുന്നത്? ഓഡിയോ കേട്ടപ്പോൾ എടോ സുഹൃത്തെ എന്നാണ് പുരുഷൻ അഭിസംബോധന ചെയ്യുന്നത്. ഈ എഴുത്ത് വായിക്കുന്ന ഏതെങ്കിലും പെണ്ണ് അവൾ കാമുകിയോ ഭാര്യയോ പ്രണയിനിയോ ആകട്ടെ, കൂടെ കിടന്ന പുരുഷൻ, അവൾക്ക് ഗർഭമുണ്ടാക്കിയ പുരുഷൻ എപ്പോഴെങ്കിലും അവൾ ഗർഭിണിയാണെന്ന് പറയുമ്പോൾ സുഹൃത്തെ എന്നാവുമോ വിളിക്കുക? നിങ്ങൾക്കും പ്രണയം ഉണ്ടാകുമല്ലോ, അല്ലെങ്കിൽ ഉണ്ടായിട്ട് കാണുമല്ലോ, പറഞ്ഞേ. വെറും ഒരു സുഹൃത്തെ എന്ന് വിളിക്കണമെങ്കിൽ ആ ബന്ധത്തിന്റെ ആഴം നോക്കൂ. രാഹുൽ നല്ലവനാണെന്ന് ഞാൻ പറയുന്നില്ല, പുണ്യാളനാണെന്ന് പറയാൻ ഞാൻ ആളുമല്ല. പക്ഷേ ഇല വന്ന് മുള്ളയിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേട് ആർക്കാണ് എന്ന് പെണ്ണ് സ്വയം ചിന്തിക്കൂ. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിലും നല്ലത് രോഗം വരാതെ നോക്കുന്നതാണ്. അതായത് ഗർഭം വന്നിട്ട് കല്യാണം കഴിക്കുന്നതിലും നല്ലത് കല്യാണം കഴിച്ചിട്ട് ഗർഭിണിയാകുന്നതാണ് എന്നാണ് അർത്ഥം. ഗർഭമൊക്കെ എന്നും കൂടെ നിൽക്കും എന്നുറപ്പുള്ള ഒരുത്തൻ്റെ താലി വീണതിന് ശേഷം. നമ്മൾ യൂറോപ്പിലൊന്നുമല്ല, കേരളം. അതിപ്പോഴും അത്രയ്ക്കങ്ങ് പുരോഗതി പ്രാപിച്ചിട്ടില്ല. കുറഞ്ഞ പക്ഷം ഗർഭത്തിന്റെ കാര്യത്തിലെങ്കിലും. ആരോപണം ആർക്ക് നേരെയുമാകാം. സത്യത്തിൽ ചതി പറ്റിയ ഒരു പെൺകുട്ടിയും അവൾ കുടുംബത്തിൽ പിറന്നവളാണെങ്കിൽ സീരിയൽ കഥ പോലെ പ്രത്യക്ഷപ്പെടില്ല.
അവൾ നേരിട്ട് എപ്പോഴേ കേസ് കൊടുത്തിട്ടുണ്ടാകും, ഏതു വിധേനയും നീതി നേടിയിട്ടുണ്ടാകും. കാരണം തൻ്റെ മാനത്തിന് ഭംഗം വരാൻ ഒരു നല്ല പെൺകുട്ടി ഒരിക്കലും സമ്മതിക്കില്ല. ഇക്കാര്യം ഒരു പെണ്ണിനേക്കാൾ കൂടുതൽ ഇവിടെ കുരയ്ക്കുന്നവർക്ക് എങ്ങനെ അറിയാം? സുപ്രീം കോടതിയുടെ പുതിയ വിധി ഇതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നോ എന്ന് പറയാൻ ഏതൊരു പെണ്ണും പഠിക്കണം. അല്ലാത്ത പക്ഷം സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ കരഞ്ഞ് ജീവിതം തീർക്കേണ്ടി വരും. നിങ്ങളുടെ വെപ്രാളം കാണുമ്പോൾ തോന്നും എവിടെയോ മറഞ്ഞിരുന്ന് തൻ്റെ ഗർഭത്തെ ഓർത്ത് വിലപിക്കുന്ന ഒരു പെണ്ണിൻ്റെ കേസാണ് കേരളം നേരിടുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന്. നാണമില്ലേ ഈ സാംസ്കാരിക നായകന്മാർക്ക്? ഇതിനു മുൻപ് സ്വപ്ന എന്നൊരു സ്ത്രീ ഇതുപോലെ കരഞ്ഞിട്ട് നിങ്ങൾ ആരും മുന്നോട്ട് വന്നില്ലല്ലോ. അതെന്താ? അതിൽ തെളിവുകൾ ഉണ്ടായിരുന്നു. അവൾക്ക് നീതി മേടിച്ചു കൊടുക്കാൻ തോന്നിയില്ല. കാരണം അതൊരു ഇലക്ഷൻ സമയമായിരുന്നില്ല. എൻ്റെ ബിരുദം തപ്പണ്ട, എൻ്റെ ജോലിയും വേഷവും കുടുംബവും പറഞ്ഞ് സമയം കളയേണ്ട. ഒരു പെണ്ണിന് പറയാനുള്ളത് പറഞ്ഞു. ഹോട്ടലിൽ സോഡ കുടിക്കാൻ പോയാൽ മതി. പക്ഷേ പുരുഷൻ വിളിക്കുന്നിടത്ത് പിൽസായി പോകുന്ന പെണ്ണിൻ്റെ ഉദ്ദേശം വേറെയാണ്. അതിന് അവൾ തൻ്റെ മറുപടി പറയേണ്ടി വരും. മാതാപിതാക്കൾക്ക് പോലും ഉത്തരവാദിത്തമില്ല. അതിലുപരി രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണ് തൊഴിലില്ലാത്ത കുറേ എണ്ണങ്ങൾ ഏറ്റെടുത്ത് നേരം പോക്ക് നടത്തുന്നത്. അതിന് വാർത്തകൾ കിട്ടാത്ത കുറേ മാപ്രയും. പെണ്ണ് കേസ് കിട്ടിയാൽ ആഘോഷിക്കാൻ കുറേ അപൂർവ ജീവികൾ ഉള്ളിടം, അത് കേരളം. ഇതായിരുന്നു ദീപ ജോസഫ് പറഞ്ഞത്. ദീപ ജോസഫ് വെട്ടിത്തുറന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ആ പെൺകുട്ടി പരാതിപ്പെടാൻ തയ്യാറാകാത്തിടത്തോളം കാലം എങ്ങനെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാകുമെന്നുള്ളതാണ്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിഷയം മാത്രമാണത്. അതിലിങ്ങനെ കേരളം മുഴുവൻ തലപുകഞ്ഞ് ചിന്തിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്ന് ദീപ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.